സയൻസ് ഓഫ് ഗെറ്റ് റിച്ച് ബുക്ക് സീരീസിലെ ലാസ്റ്റ് വീഡിയോ ഓഥർ പറയുന്നത് സമ്പത്തുണ്ടാക്കുക എന്നതൊരു ഫോർമുല പോലെയാണ്. ആ ഫോർമുല ആര് തൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നോ അയാൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. സോ നമ്മൾ ഈ ക്ലീഷ ഈ സാധാരണക്കാർ ചിന്തിക്കുന്ന രീതിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക, വ്യത്യസ്തമായൊരു മൈൻഡ് സെറ്റിലേക്ക് വരിക, വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുക. സമ്പത്തുണ്ടാക്കാൻ, സമൃദ്ധി ഉണ്ടാക്കാൻ നമ്മൾ ലൈഫിൽ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ് ഇനി ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ 10 കാര്യങ്ങൾ ഈ ബുക്ക് സീരീസിൽ പലപ്പോഴായിട്ട് നിങ്ങൾ കേട്ടിരിക്കാം. 10 കാര്യങ്ങൾ വെച്ച് അത് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ലൈഫിനെ ലീഡ് ചെയ്യുക, ആ മൈൻഡ് സെറ്റിലേക്ക് മാറുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട സമ്പൽ സമൃദ്ധി ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്താണ്? ആ കാര്യം എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് വിഷൻ വേണം നമുക്ക് ലൈഫിൽ. വിഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് അതാവണം ഇതാവണം അങ്ങനെയുള്ള മോഹങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നുമല്ല. നമ്മുടെ ലൈഫിനെ കുറിച്ച് ക്ലിയറായ, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ക്ലിയറായ ബ്ലൂ പ്രിൻ്റാണ് വിഷൻ. വിഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതേ ബുക്ക് സീരീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ ഞാൻ താഴെ കൊടുക്കാം. വിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത മേഖലയിൽ ഭാവിയിൽ എന്തൊക്കെ സാധ്യതകൾ ഉണ്ടാവാം, അത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അത് നേടുമ്പോൾ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവാം, ആ തടസ്സങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ മറികടക്കും, എങ്ങനെയൊക്കെ മറികടക്കാം. ഒരു ചായക്കടക്കാരൻ്റെ വിഷൻ എന്താവും? രാവിലെ അടുത്ത മാസം മുതൽ 6 മണിക്ക് കട തുറക്കണം. അപ്പോൾ 2 മണിക്കൂർ അധികം ടൈം എനിക്ക് കട തുറക്കാൻ കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു 100 ചായയൊക്കെ ആവറേജ് എനിക്ക് ഡെയിലി അധികം വിറ്റ് പോവാം. അപ്പോൾ ഒരു ചായക്ക് എനിക്ക് 6 രൂപ ലാഭം കിട്ടിയാൽ 600 രൂപ രാവിലെ തന്നെ എനിക്ക് ലാഭം കിട്ടും. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ സെയിലുള്ള ഫുഡ് ഐറ്റം എന്താണ്, അതൊന്ന് കണ്ടെത്തണം. അത് തൻ്റെ കടയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം. പതുക്കെ തൻ്റെ കടയുടെ മാത്രം ഒരു സിഗ്നേച്ചർ ഡിഷ് ഉണ്ടാക്കിയെടുക്കണം. അത് വെച്ചിട്ട് കൂടുതൽ ആളുകൾ അട്രാക്റ്റ് ചെയ്യണം. അത് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം? അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് ചെയ്യണം, പരസ്യം കൊടുക്കണം. അതിനുള്ള ഫണ്ട് എങ്ങനെ ഉണ്ടാക്കാം? അതിന് ഞാൻ 1 മണിക്കൂർ കൂടി അധികം നേരത്തെ തുറന്നാലോ കട? ഇങ്ങനെ പലതും ആലോചിക്കും. ഇങ്ങനെ പതുക്കെ ഫ്രാഞ്ചൈസി കൊടുക്കണം. അങ്ങനെ എന്തും അയാൾക്ക് ആലോചിക്കാം. അയാൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ മുതൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പായിട്ട് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട് അയാൾക്ക്. ഒരു 10 വർഷത്തിന് ശേഷം ഞാൻ എവിടെ എത്തി നിൽക്കും എന്നൊരു ബ്ലൂ പ്രിൻ്റ്. അതാണ് വിഷൻ. നമ്മൾ വിഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിനെ ലീഡ് ചെയ്യണം. സമൃദ്ധി ഉണ്ടാക്കാനുള്ള ഒരു മാർഗം കൂടിയാണത്. സമൃദ്ധിക്ക് വേണ്ടി നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ്, കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റ്. ഇതൊക്കെ തന്നെ ഈ ബുക്ക് സീരീസിന് മുൻപ് പറഞ്ഞിരുന്നു. കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അവന് കിട്ടേണ്ട അവസരം എനിക്ക് കിട്ടണം, അവന് കിട്ടേണ്ട പണം എനിക്ക് കിട്ടണം, എല്ലാവരെയും താഴെയാക്കിയിട്ട് എനിക്ക് മുകളിൽ കയറണം എന്നൊക്കെ ചിന്തിച്ചിട്ട് ആ ബേസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ. എന്നാൽ ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ തൻ്റെ മേഖലയിൽ തൻ്റെ വാല്യൂ വർദ്ധിപ്പിക്കണം, അങ്ങനെ വർദ്ധിപ്പിച്ച് തനിക്ക് അവിടെ ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കണം, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സിനിമാ മേഖലയിൽ റെക്കമെൻഡേഷൻ കാരണം, നെപ്പോട്ടിസം കാരണമൊക്കെ സിനിമയിൽ അവസരം കിട്ടുന്ന ആളുകളുണ്ട്. പക്ഷെ അവസാനം അവിടെ നിലനിൽക്കുന്നത് കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതാണ് അതിൻ്റെ സത്യം. ഈ കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി ചിന്തിക്കുന്ന ആളുകൾ താൽക്കാലികമായ വിജയങ്ങളൊക്കെ അവർക്ക് കിട്ടിയേക്കാം. പക്ഷെ സ്ഥിരമായൊരു പൊസിഷൻ നേടിയെടുക്കുന്നത് എപ്പോഴും ക്രിയേറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളുകളാവും. സോ നമ്മുടെ ലൈഫിൽ ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് നമ്മൾ ഇല്ലെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. കാരണം ലോങ് ടേമിൽ നമുക്ക് നമ്മുടേതായ ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഈ ക്രിയേറ്റീവ് മൈൻഡ് സെറ്റേ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. സമൃദ്ധിക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ പോയിന്റ് ഇമാജിനേഷൻ നമ്മൾ എക്സസൈസ് ചെയ്യണം. ഇമാജിനേഷൻ വർദ്ധിപ്പിക്കണം. ഒരു കമ്പനിയിലെ CEO ആണോ ആ കമ്പനിയിലെ അറ്റൻഡർ ആണോ ഏറ്റവും കൂടുതൽ ഇമാജിനേഷൻ ഉപയോഗിക്കുന്നത്? അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആര് കൂടുതൽ ഇമാജിനേഷൻ ഉപയോഗിക്കുന്നോ അയാൾ കൂടുതൽ വളരുന്നു, കൂടുതൽ സമ്പാദിക്കുന്നു. ഇപ്പോൾ ആമസോൺ എന്ന കമ്പനി ഇമാജിൻ ചെയ്ത ആളാണ് ജെഫ് ബെസോസ്. അദ്ദേഹം ഇമാജിൻ ചെയ്തത് കൊണ്ടാണ് അദ്ദേഹം അത്രയും വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തത്. ഇമാജിനേഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വരുമാനം വർദ്ധിക്കുന്നുണ്ട്. ഒരു ഇമാജിനേഷൻ താല്പര്യമൊന്നുമില്ല. ഒരാളൊരു കാര്യം ഓർഡർ ചെയ്യുന്നു, ഒരാളൊരു ജോലി ചെയ്യുന്നു, അത് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ആൾ കാലാകാലം ജോലിക്കാരനായിട്ട് ഒതുങ്ങുന്നു. സമൃദ്ധിക്ക് വേണ്ടി നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായു പോലും, നമ്മുടെ ഓരോ ശ്വാസം പോലും ഈ പ്രപഞ്ചം നമുക്ക് നൽകിയതാണ് എന്നൊരു ഫീൽ ഉണ്ടല്ലോ. ആ മനോഹരമായ ഫീൽ അത് നമ്മുടെ വൈബ്രേഷൻ വർദ്ധിപ്പിക്കുന്നുണ്ട്. വൈബ്രേഷൻ വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഹൈ വൈബ്രേഷൻ കാരണം പോസിറ്റീവായ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു, അതിനാണ് ഞാൻ നന്ദി പറയുന്നത്. പ്രപഞ്ചത്തിൽ നിന്ന് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനാണ് ഞാൻ നന്ദി പറയുന്നത്. ഈ നന്ദി പറയുന്നത് ഈ റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി വർദ്ധിപ്പിക്കും. ഇവിടെ ഓഥർ പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ് മൈൻഡ് സെറ്റിലാണ് വർക്ക് ചെയ്യുക.
അല്ലാതെ കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റിലല്ല. ഗ്രാറ്റിറ്റ്യൂഡ് പ്രപഞ്ചവുമായിട്ടൊരു ബന്ധം, ഒരു അലൈൻമെൻറ്റ് ഉണ്ടാക്കി തരും. സമൃദ്ധിക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ്, 5ാമത്തെ പോയിന്റ്, 100% വിശ്വാസം വേണം. സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ചിലെ ഓതർ പറയുന്നൊരു കാര്യം, നമുക്ക് എന്ത് വേണമോ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു മെൻ്റൽ പിക്ചർ ഉണ്ടാക്കിയെടുക്കണം എന്നാണ്. അതേ പ്രാധാന്യത്തോടു കൂടി അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, എനിക്ക് എന്താണ് വേണ്ടത് അതെനിക്ക് നേടാൻ കഴിയും. 100% അതിലെനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ആ ആഗ്രഹം നേടാൻ ഇപ്പോൾ ചിലപ്പോൾ പല തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. അതെൻ്റെ എന്തോ പ്രശ്നങ്ങൾ കാരണമാണ്. അത് കണ്ടെത്തി നികത്തി കൂടുതൽ ലേൺ ചെയ്താൽ എനിക്ക് ഉറപ്പായിട്ടും അത് നേടാൻ കഴിയും. എനിക്ക് നേടാൻ കഴിയും എന്ന പൂർണ്ണമായ ഉറപ്പ്. സമൃദ്ധിക്കായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 6ാമത്തെ പോയിന്റ്, നമ്മുടെ ഓരോ ദിവസവും സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഫ്യൂച്ചറിൽ ഞാൻ നന്നാവും, ഫ്യൂച്ചറാണ് എൻ്റേത് എന്ന് വിചാരിച്ച് ഫ്യൂച്ചർ നോക്കി മാത്രം ഇരുന്നാൽ സംഗതി വർക്ക് ചെയ്യില്ല. ടുഡേ, ഈ ദിവസം നമ്മളൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കണം. അത് എത്ര ബെസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അത്ര ഇഫക്റ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ചോയ്സസ് ആണ്. നമുക്കൊരു വ്ളോഗ് കാണാം, ഏതോ വ്ളോഗർ അയാളുടെ വീട്ടിലോട്ട് ഒരു ബെഡ് വാങ്ങാൻ പോകുന്ന വീഡിയോ നമുക്ക് കണ്ടിട്ട് ലൈക്ക് അടിക്കാം. അത് നമ്മുടെ ചോയ്സാണ്. എന്നാൽ അതേസമയം നമുക്ക് വർക്ക് ചെയ്യാം, അതും നമ്മുടെ ചോയ്സാണ്. നമ്മുടെ ഡെയിലിയുള്ള ചോയ്സസ് ആണ് നമ്മുടെ ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക, അത് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് പണം ഉണ്ടാക്കണം. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്ന ബിസിനസ് തന്നെ നമ്മൾ ചെയ്യണമെന്നില്ല. നമുക്ക് പറ്റിയത് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നോക്കുമ്പോൾ ഒരാൾ തട്ടുകട തുടങ്ങി നല്ല ലാഭം ഉണ്ടാക്കുന്നു. ഒരു രാത്രി തന്നെ എത്ര രൂപയാണ് അയാൾ ഉണ്ടാക്കുന്നത്? നാളെ മുതൽ ഞാനും തട്ടുകട തുടങ്ങാം എന്ന് നമ്മൾ ചിന്തിക്കരുത്. അയാൾ ആ കുക്കിങ്ങിൽ പാഷനേറ്റഡ് ആവാം, അയാൾ കൂടുതൽ ഡെഡിക്കേഷനോടുകൂടി അത് ചെയ്യാം, അയാൾക്ക് ഒരുപാട് പ്ലസ് ആ മേഖലയിൽ ഉണ്ടാവാം. നമുക്ക് അത് ഉണ്ടാവണമെന്നില്ല. നമുക്ക് പ്ലസ് ഉള്ള മേഖല നമ്മൾ സെലക്ട് ചെയ്യണം. നമുക്ക് പറ്റിയ ബിസിനസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സമൃദ്ധിക്ക് വേണ്ടി ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ്, 8ാമത്തെ പോയിന്റ്, ഫ്യൂച്ചറിൽ ഞാൻ നന്നാവും, ഫ്യൂച്ചറിൽ അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. നമ്മൾ നിൽക്കുന്ന ഈ നിമിഷം, പ്രസൻറ്റിൽ, ഇപ്പോൾ കൂടുതൽ വാല്യൂ നമ്മൾ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നോ അവിടെ നമ്മൾ അധികം വാല്യൂ കൊടുക്കണം. നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ ഹൈ വാല്യൂ കൊടുക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് പുതിയ അവസരങ്ങൾ നമുക്ക് മുൻപിൽ വരാം. തമിഴിൽ കൃഷ് എന്ന് പറഞ്ഞൊരു പാട്ടുകാരനുണ്ട്. അദ്ദേഹം ന്യൂയോർക്കിലൊക്കെ പോയിട്ട് ആക്ടിംഗ് ഒക്കെ പഠിച്ച ആളാണ്. പക്ഷേ അദ്ദേഹം ആക്ടർ ആകണമെന്ന് വിചാരിച്ച് വന്നു. പക്ഷേ പാടാനൊരു അവസരം കിട്ടി. അവിടെ അദ്ദേഹത്തിൻ്റെ ഹൈ വാല്യൂ അദ്ദേഹം കൊടുത്തു, അദ്ദേഹത്തിൻ്റെ മാക്സിമം കൊടുത്തു. പിന്നെ അദ്ദേഹം പാട്ടുകാരനായിട്ട് മാറി. ഇങ്ങനെയാണ് നമ്മൾ ഫ്യൂച്ചറിൽ പലതും പ്ലാൻ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം നമ്മൾ നമ്മുടെ മാക്സിമം കൊടുക്കുമ്പോൾ അത് വലിയൊരു അവസരമായിട്ട് മാറാം, അത് നമ്മുടെ ഫ്യൂച്ചറായിട്ട് മാറാം. സോ ഈ നിമിഷത്തിൽ ഇപ്പോൾ നമ്മൾ എവിടെയാണോ അവിടെ നമുക്ക് കഴിയുന്ന മാക്സിമം കൊടുക്കണം, ഹൈ വാല്യൂ കൊടുക്കണം. സമ്പൽ സമൃദ്ധി നേടാൻ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, മറ്റു മനുഷ്യരുടെ ലൈഫിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുക. ആളുകളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ നമ്മളാൽ കഴിയുന്നത് എന്തോ അത് ചെയ്യുക. അതായിരിക്കണം നമ്മുടെ ഗോൾ. ഗാരി വേ എന്നൊരു അമേരിക്കൻ ഓൺട്രപ്രനോർ ഉണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം, മനുഷ്യരോട് എമ്പതി വേണം, അത് നമ്മളെ സക്സസ്ഫുൾ ആക്കുമെന്നാണ്. എമ്പതി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് ആ പ്രശ്നമുണ്ട്, ഈ മനുഷ്യന് ആ പ്രശ്നമുണ്ട്. അങ്ങനെ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിന് പരിഹാരം നമ്മുടെ മൈൻഡിൽ ഉണ്ടാകാം. ആ പരിഹാരം വലിയൊരു ബിസിനസ് സാധ്യതയാവാം. നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യരുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഇപ്പോൾ ജെഫ് ബെസോസ് ആമസോൺ വഴി കൊണ്ടുവന്നു. ഇങ്ങനെ നമ്മൾ ഓരോ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ, അവരുടെ ലൈഫിൽ പരിഹാരം കണ്ടെത്തുമ്പോൾ അത് നമുക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുന്നുണ്ട്. മനുഷ്യരെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക, അവരുടെ ലൈഫിൽ ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്നത് ചെയ്യുക. നമുക്കെല്ലാവർക്കും സമൃദ്ധി വേണം. സമൃദ്ധിക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ പുസ്തകം പറയുന്ന അവസാനത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സ് എന്നാൽ തന്നെ സമൃദ്ധിയാണ്. നമ്മൾ ഈ യൂണിവേഴ്സിൻ്റെ അംശമാണ്. യൂണിവേഴ്സിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള അംശമാണ്. യൂണിവേഴ്സിനൊരു കടലായിട്ട് കൺസിഡർ ചെയ്താൽ ആ കടലിൽ അതിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഒരു തുള്ളി ജലമാണ് നമ്മൾ. സോ നമുക്ക് അവസരങ്ങളില്ല, എനിക്കത് കഴിയില്ല, അങ്ങനെയൊന്നും നമ്മളെ ലിമിറ്റ് ചെയ്യേണ്ടതില്ല. ആ യൂണിവേഴ്സിൻ്റെ എല്ലാ ശക്തികളുമുള്ള അതേ അംശം തന്നെയാണ് നമ്മൾ. ഇങ്ങനെ സമൃദ്ധിയുടെ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വരണം. ഇവിടെ അവസരങ്ങളില്ലാത്ത ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ വെറുതെ ചിന്തിക്കുകയാണ്. പണക്കാരനാകണം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നമ്മൾ ഇറങ്ങിയാൽ പുതിയ അവസരങ്ങൾ നമ്മൾ കണ്ടെത്തും. ഈ പോയിന്റ്സൊക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അധികം വാല്യൂ കൊടുക്കുമ്പോൾ അധികം പണവും ഇങ്ങോട്ട് കിട്ടും.
അങ്ങനെ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച് ബുക്ക് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇറ്റ്സ് മീ MKJayadev.